Hi, here is part 2 of the video on That Day After Every Day by Anurag Kashyap. Well friends, the short answer questions first. Here is question number 1. How does the husband advise the wife to handle the bullying she faces from the men? വീടിന് പുറത്തിറങ്ങി നടക്കുമ്പോൾ ആണുങ്ങളുടെ പീഡനവും ശല്യവും ഇതിനെ എങ്ങനെ നേരിടണമെന്നാണ് ഭർത്താവ് ഭാര്യയെ ഉപദേശിക്കുന്നത്. ഇതാണ് ചോദ്യം. The husband advises the wife to ignore the bullies. ഭർത്താവ് പറയുന്നത് അവന്മാരെ അങ്ങ് അവഗണിക്കാനാണ്, മൈൻഡ് ചെയ്യണ്ട, കുറച്ച് കഴിയുമ്പോൾ അവരങ്ങ് പൊയ്ക്കോളും. He also tells her that those men are bad people under the influence of drugs and dealing with them will invite more troubles. മാത്രമല്ല, അവന്മാർ ഈ മയക്കുമരുന്നൊക്കെ കഴിച്ചിട്ട് നടക്കുന്ന വൃത്തികെട്ട ആളുകളാണ്. അവരെ നേരിടാൻ പോയാൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായെന്ന് വരും. So he advises her to work from home. അതുകൊണ്ട് ഭാര്യയോട് പറയുന്നു, എന്ത്, വീട്ടിലെങ്ങാനും ഇരുന്ന് പണിയെടുക്കാൻ നോക്ക്, അതാണ് നല്ലത്. ഇതാണ് ഉത്തരം. Now, short answer question number 2. What happens to the women on their way to work? ജോലിസ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ നമ്മുടെ ഈ വനിതാ കഥാപാത്രങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദ്യം. The women are harassed by various groups of roadside Romeos. വിവിധ പൂവാല സംഘങ്ങൾ ഈ വനിതാ കഥാപാത്രങ്ങളെ വഴിയരികിൽ വിവിധ തരത്തിൽ പീഡിപ്പിക്കുന്നു. There are also lecherous gazes from men. ആണുങ്ങളിൽ നിന്നുള്ള വഷള നോട്ടവും ഇവർക്ക് സഹിക്കേണ്ടി വരുന്നു. One group of young men take videos of these women while another group attempts to physically molest them. ഒരു കൂട്ടം യുവാക്കൾ ഇവരുടെ വീഡിയോ എടുക്കുന്നു, അതേസമയം മറ്റൊരു കൂട്ടർ ഇവരെ മാനഭംഗപ്പെടുത്താനും ശ്രമിക്കുന്നത് കാണാം. Now, question number 3. How do women react to bullying in the beginning? ഈ പീഡന ശ്രമങ്ങളോട് നമ്മുടെ സ്ത്രീ കഥാപാത്രങ്ങൾ തുടക്കത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇതാണ് ചോദ്യം. In the beginning, the women resort to silence and feigned neglect as their defense mechanisms. ആദ്യമൊക്കെ നമ്മുടെ സ്ത്രീ കഥാപാത്രങ്ങൾ അവരുടെ നിശബ്ദത കൊണ്ടും അവഗണിക്കുന്നതായി ഭാവിച്ചുകൊണ്ടുമൊക്കെ പ്രതിരോധം സൃഷ്ടിച്ചു നോക്കുന്നു. ഇതാണ് ഉത്തരം. Now, question number 4. What happens to the woman in the bus? ബസ്സിനുള്ളിൽ നമ്മുടെ ഈ സ്ത്രീ കഥാപാത്രത്തിന് എന്താണ് സംഭവിക്കുന്നത്? ഇതാണ് ചോദ്യം. In the bus, the male co-passengers physically ill-treat and abuse them by deliberately pushing their bodies against the bodies of the women. ബസ്സിനുള്ളിൽ നമ്മുടെ സ്ത്രീ കഥാപാത്രങ്ങളായ യാത്രക്കാരോട് പുരുഷന്മാരായ സഹയാത്രികർ വളരെ നിന്ദ്യമായി പെരുമാറുന്നു. ബസ്സിലെ യാത്രക്കിടയിൽ ഉണ്ടാകാറുള്ള തട്ടും മുട്ടും എന്ന ഭാവേന ബോധപൂർവം നമ്മുടെ കഥാപാത്രങ്ങളുടെ ശരീരത്തിലേക്ക് വീഴുന്ന രംഗം വളരെ നിന്ദ്യവും ജുഗുപ്സാവഹവുമാണ്. Now, question number 5. How does she react to the ill treatment in the bus? ബസ്സിനുള്ളിൽ മോശമായ പെരുമാറ്റം സഹയാത്രികനിൽ നിന്നുണ്ടാകുമ്പോൾ നമ്മുടെ കഥാപാത്രം എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് ചോദ്യം. The woman throws an elbow punch below the belt of her molester inside the bus. നമ്മുടെ സ്ത്രീ കഥാപാത്രം അവരെ ബസ്സിനുള്ളിൽ ശല്യപ്പെടുത്തിയ പുരുഷ സഹയാത്രികനെ അവരുടെ കൈമുട്ടുകൊണ്ട് അവൻ്റെ അരക്കെട്ടിന് താഴെ അതിശക്തമായ ഒരു ഇടി കൊടുത്ത് പ്രതികരിക്കുന്നു. Now, question number 6. How do they react to the bullying at the end? ഈ ചിത്രത്തിൻ്റെ അവസാനം നമ്മുടെ കഥാപാത്രങ്ങൾക്കുണ്ടാകുന്ന പീഡനങ്ങളോട് എങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നത്? With the help of a Didi, the women muster courage and take basic lessons in martial arts. നാം പരിചയപ്പെട്ട ദീദിയുടെ സഹായത്തോടെ നമ്മുടെ സ്ത്രീ കഥാപാത്രങ്ങൾ ധൈര്യം സംഭരിക്കുന്നു. എന്നിട്ട് ആയോധന കലകളിൽ അത്യാവശ്യം വേണ്ട പരിശീലനവും അവർ നേടുന്നു. In an act of survival, they charge against the intruders.
അവസാനം ഒരൊറ്റ കൈ എന്ന നിലയിൽ അവരുടെ പീഡകന്മാരെ അവർ കായികമായി നേരിടുന്നു. The men fail to resist the pressure of the charge of the sisterhood and are put behind the bars. ഈ വനിതാ കൂട്ടായ്മയുടെ അജയ്യമായ കരുത്തിനെ നേരിടാൻ ഈ ദുഷ്ടന്മാർക്കാവുന്നില്ല. നമ്മുടെ സ്ത്രീ കഥാപാത്രങ്ങൾ അവരെ തളയ്ക്കുന്നു. ആ ദുഷ്ടന്മാർ ഇരുമ്പഴികൾ എണ്ണുകയും ചെയ്യുന്നു. ഇതാണ് ഉത്തരം. Well, these are the short answer questions. Now take a look at the paragraph questions. Here is question number 1. Explain the mental torture experienced by women inside their houses. സ്വന്തം ഭവനത്തിനുള്ളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക പീഡനം ഒന്ന് വിശദീകരിക്കാമോ? ഇതാണ് ചോദ്യം. The film That Day After Every Day addresses the difficulties experienced by women in their everyday life. സ്ത്രീകൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് ദാറ്റ് ഡേ ആഫ്റ്റർ എവറി ഡേ എന്ന ഷോർട്ട് ഫിലിമിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത്. ഇറ്റ് ഷോസ് 3 women who decide to leave the imagined protection of the roof above their head, which one calls home. 3 വനിതാ കഥാപാത്രങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. സ്വന്തം ഭവനത്തിനുള്ളിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന സുരക്ഷിതത്വം അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഈ കഥാപാത്രങ്ങൾ തീരുമാനിക്കുന്നു. The deep-rooted misogyny takes the form of overprotective husbands and mothers-in-law inside the houses. ഈ വീടുകൾക്കുള്ളിൽ തായ്വേര് പിടിച്ചുറച്ചിരിക്കുന്ന സ്ത്രീ വിരുദ്ധത പ്രത്യക്ഷപ്പെടുന്നത് നല്ല രസകരമായ രൂപങ്ങളിലാണ്. അമിത സംരക്ഷകരെന്ന് നടിക്കുന്ന ഭർത്താവ്, അമ്മായിയമ്മ ഇവരുടെ പെരുമാറ്റവും പ്രവൃത്തികളുമാണ്. When these poor women work hard inside the home and kitchen, the husband sits comfortably under the fan, reading newspaper, watching television and making comments. ഈ നിസ്സഹായരായ വനിതകൾ സ്വന്തം വീടിനുള്ളിൽ അടിമപ്പണി എടുക്കുമ്പോൾ സ്വന്തം ഭർത്താവും അമ്മായിയമ്മയുമൊക്കെ ഇങ്ങനെ കാലും നീട്ടി ഫാനിൻ്റെ താഴെയിരുന്ന് പത്രപാരായണം, ടെലിവിഷൻ കാണൽ, അതിനെക്കുറിച്ച് അഭിപ്രായം പറയൽ എന്ന് വേണ്ട സകല കലാപരിപാടിയുമുണ്ട്. In the film, these women from different households battle the barriers inside their house. സ്വന്തം വീടിനകത്ത് നേരിടുന്ന പ്രതിബന്ധങ്ങൾ തകർക്കാൻ ഈ ഷോർട്ട് ഫിലിമിലെ കഥാപാത്രങ്ങൾ ശ്രമിക്കുന്നത് കാണാം. They also decide to stand tall as independent figures with jobs. അതുമാത്രമല്ല, ഒരു ജോലിയൊക്കെ നേടി സ്വയം സ്വതന്ത്രരായി വീട്ടിനുള്ളിൽ കുത്തിക്കൂനിയിരിക്കാതെ നട്ടെല്ല് നിവർത്തി അഭിമാനത്തോടെ നിൽക്കാനും അവർ തീരുമാനിക്കുന്നത് നമുക്ക് കാണാം. Well, this is the answer. Now, paragraph question number 2. Explain the concept of sisterhood as seen in the short film. ഈ ഷോർട്ട് ഫിലിമിൽ കാണുന്ന വനിതാ കൂട്ടായ്മ എന്ന ആശയത്തെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഇതാണ് ചോദ്യം. The film addresses the difficulties experienced by women in their everyday life. നിത്യജീവിതത്തിൽ വനിതകൾ നേരിടുന്ന വെല്ലുവിളികളാണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ പ്രതിപാദ്യ വിഷയം. It shows how they rise to the demands of the time and eventually take charge of their life. സാഹചര്യത്തിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്നും കാര്യങ്ങളുടെയും ജീവിതത്തിൻ്റെയും നിയന്ത്രണം അവർ എങ്ങനെ ഏറ്റെടുക്കുന്നുവെന്നും ഈ ചിത്രം നമുക്ക് വ്യക്തമാക്കി തരുന്നു. The journey is not easy as they live in a patriarchal society. ഒരു പുരുഷാധിപത്യ സമൂഹത്തിലാണ് അവർ ജീവിക്കുന്നത് എന്നതിനാൽ ഇത്തരത്തിലുള്ള ഒരു യാത്ര അത്ര എളുപ്പവും സുഖകരവുമല്ല എന്നോർക്കണം. If the attacks inside the houses are fought with struggling silences, it becomes impossible for them to survive from the attacks that lie outside their houses. സ്വന്തം വീട്ടിനുള്ളിലെ ആക്രമണങ്ങളെ അവർ നേരിടുന്നത് നിശബ്ദത കൊണ്ടാണ്. എന്നാൽ പുറം ലോകത്തുള്ള ആക്രമണങ്ങളെ ചെറുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നോർക്കണം. The women decide to brave against the odds as a sisterhood. ഈ വെല്ലുവിളികളെല്ലാം
ഒന്നിച്ച് കൂട്ടായ്മയോടെ നേരിടാൻ അവർ തീരുമാനിക്കുന്നു. They take basic lessons of martial arts and physically battle bullying as well as patriarchy at large. കരാട്ടെ തുടങ്ങിയ ആയോധന കലകളിൽ അത്യാവശ്യം പരിശീലനം അവർ നേടുന്നു. എന്നിട്ട് പീഡന ശ്രമങ്ങളെയും പുരുഷ മേൽക്കോയ്മയെയും ഒരുപോലെ രണ്ടിനെയും അവർ നേരിടുന്ന കാഴ്ച കാണാൻ വളരെ രസകരമാണ്. The men succumb to the sisterhood. ദുഷ്ടന്മാരായ പീഡകന്മാർക്ക് പെൺകരുത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാനാവുന്നില്ല. അവന്മാർ കീഴടങ്ങുന്നു. It sends a clear message to the world far and wide, to the men in their houses and shows them their places. അവർക്ക് ചുറ്റുമുള്ള ലോകത്തിന് ഈ സംഭവം ഒരു നല്ല സന്ദേശമാണ് നൽകുന്നത്. അതോടൊപ്പം സ്വന്തം വീടിനകത്തുള്ള ആളുകൾക്കും പ്രത്യേകിച്ച് പുരുഷന്മാർക്കും ഇത് നൽകുന്ന സന്ദേശം വളരെ ശക്തമാണ്. അങ്ങനെ ആണിനും പെണ്ണിനും അവരുടെ ശരിയായ ഇടം സമൂഹത്തിൽ സംജാതമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. Well, this is the answer. Now take a look at the last paragraph question. Comment on the beginning and the end of the short film. ഈ ഷോർട്ട് ഫിലിമിൻ്റെ തുടക്കവും ഒടുക്കവും ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? ഇതാണ് ചോദ്യം. The film turns the spotlight on the challenges faced by women in their daily life. നിത്യജീവിതത്തിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളെയാണ് ഈ ചിത്രം പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത്. The story revolves around 3 women who decide to step out from the so-called protection of their homes. 3 സ്ത്രീ കഥാപാത്രങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. സ്വന്തം ഭവനത്തിൽ ഉണ്ടെന്ന് പറയുന്ന സംരക്ഷണ വലയത്തിൽ നിന്നും പുറത്തു കടക്കാൻ അവർ തീരുമാനിക്കുന്നു. Inside homes, they encounter deep-rooted misogyny manifested in overprotective husbands and mothers-in-law. വീടിനുള്ളിൽ യഥാർത്ഥത്തിൽ അനുഭവപ്പെടുന്നത് സ്വന്തം ഭർത്താവിൻ്റെയും അമ്മായിയമ്മയുടെയും ഒക്കെ പെരുമാറ്റത്തിലൂടെ കാണപ്പെടുന്ന അസ്ഥിക്ക് പിടിച്ച സ്ത്രീ വിരുദ്ധതയാണ്. Outside, it takes a more aggressive form through physical and mental harassment. വീടിന് വെളിയിലോ ഈ സ്ത്രീ വിരുദ്ധത കൂടുതൽ അക്രമാസക്തമാകുന്നു, ശാരീരികവും മാനസികവുമായ പീഡനങ്ങളിലൂടെ. Initially, these women resorted to silence and feigned neglect as their defense mechanisms. തുടക്കത്തിൽ ഇതിനൊക്കെയുള്ള ഒരു മറുമരുന്ന് എന്ന നിലയിൽ ഒരു മാന്യമായ പ്രതിരോധത്തിന് നിശബ്ദത അവർ ഉപയോഗിക്കുന്നു. ആരെന്ത് ചെയ്താലും ഒന്നും മിണ്ടില്ല, അല്ലെങ്കിൽ അതൊന്നും കാര്യമാക്കുന്നില്ല എന്ന് നടിക്കും. But then they take matters into their own hands. എന്നാൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ നേരിട്ട് കൈകാര്യം ചെയ്ത് കളയാം എന്ന തീരുമാനവും എടുക്കുന്നു. When the film comes full circle, the place occupied by a woman at the beginning, that is the kitchen, is willingly occupied by a man at the end. അങ്ങനെ ഈ ഷോർട്ട് ഫിലിം ഫുൾ സർക്കിളിൽ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ്. ഏത്? ഫിലിം തുടങ്ങുന്നത് അടുക്കളയിലാണ്, നമ്മുടെ സ്ത്രീ കഥാപാത്രം നിൽക്കുന്ന അടുക്കള. ഫിലിം അവസാനിക്കുമ്പോൾ ആ സ്ത്രീ കഥാപാത്രത്തിൻ്റെ സ്ഥാനത്ത് അവളുടെ ഭർത്താവ് വളരെ സന്തോഷത്തോടെ നിൽക്കുന്നത് നമുക്ക് കാണാം, അതേ അടുക്കളയിൽ തന്നെ. ഇതാണ് ഉത്തരം. Well, friends, thank you for being with me. See you soon. Bye-bye.